എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോനാസ് കറിയ, വെള്ളാരംകുന്ന് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് കൊച്ചേട്ടൻ്റെ കത്തിലെ കളർ ഇന്ത്യ എന്ന മനോഹരമായ ആശയമാണ്. ഭാരതമെന്ന നമ്മുടെ രാജ്യം ഒരു വലിയ പൂന്തോട്ടം പോലെയാണ്. അവിടെ പല നിറത്തിലുള്ള പല സുഗന്ധമുള്ള പൂക്കളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളും. പല ജാതി, പല മതം, പല ഭാഷകൾ, പക്ഷേ നമ്മളെല്ലാവരും ഒന്നു തന്നെയാണ്. ഇതാണ് മതേതരത്വം. ഈ മതേതര മനസ്സുകളുടെ ഒരു വലിയ വർണ്ണോത്സവമാണ് കളർ ഇന്ത്യ. ഇവിടെ നമ്മുടെ കൊച്ചേട്ടൻ നമുക്കായി ഒരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ കുട്ടികളാണ് ഈ നാടിൻ്റെ നാളത്തെ വെളിച്ചം. പ്രിയ കൂട്ടുകാരെ, ദീപിക ദിനപത്രവും ദീപിക ബാലസഖ്യവും ചേർന്ന് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 2026 ഓഗസ്റ്റ് 7 സംഘടിപ്പിക്കുന്ന ദേശീയോദ്ഗ്രഥന ചിത്രരചനാ മത്സരമായ കളർ ഇന്ത്യയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. പങ്കാളിത്തത്തിൻ്റെ ധാരാളിത്തം ഇത്തവണത്തെ കളർ ഇന്ത്യ ചിത്രരചനാ മത്സരത്തെ ഇന്നോളം നടത്തിയതിലെ ഏറ്റവും വലിയ മത്സരമാക്കി മാറ്റും എന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. എല്ലാ കൂട്ടുകാർക്കും, സഹകരിക്കുന്ന എല്ലാ അധ്യാപകർക്കും, സഹപ്രവർത്തകർക്കും DCL കുടുംബത്തിൻ്റെ ആശംസകളും ഭാവുകങ്ങളും. ഇനി നമുക്ക് ഇതിൻ്റെ ഉദാത്തമായ ലക്ഷ്യത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ആയിരക്കണക്കിന് സ്കൂളുകളിൽ പ്രഥമ അധ്യാപകരുടെയും നൂറുകണക്കിന് അധ്യാപകരുടെയും DCLൻ്റെയും ദീപികയുടെയും സഹപ്രവർത്തകരുടെയും ഏതാനും മാസങ്ങളിലെ സുഘടിതമായ പരിശ്രമമാണ് ഇവിടെ പൂവണിയുന്നത്. 14 ലക്ഷത്തോളം വിദ്യാർത്ഥികളിലും അവരുടെ കുടുംബങ്ങളിലും ഇന്ത്യയുടെ നിറം സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും നിറക്കൂട്ടാണ് എന്ന സന്ദേശം കളർ ഇന്ത്യയുടെ DCL നൽകുകയാണ്. മാറുന്ന ഈ ലോകത്ത് കളർ ഇന്ത്യയുടെ പ്രസക്തി എന്ത്? നമുക്ക് ഒന്ന് നോക്കാം. മതേതര ഇന്ത്യയുടെ മുഖം രാഷ്ട്രീയ വൈരത്തിൻ്റെയും മതസ്പർശിയുടെയും വൈരൂപ്യം കൊണ്ടുവരുവാൻ തർത്തപ്പെടുന്ന വർത്തമാനകാലത്തിൽ ഇന്നിൻ്റെ ഭാരത മക്കൾ ദേശീയ സ്നേഹത്തിൻ്റെ സൗഹൃദ സന്ദേശം കൊണ്ട് അക്രമത്തിൻ്റെയും വർഗ വൈരവത്തിൻ്റെയും വംശീയ വിദ്വേഷത്തിൻ്റെയും കറകൾ കഴുകിക്കളയുവാൻ കൈകോർക്കുന്നു എന്നതാണ് കളർ ഇന്ത്യയുടെ പ്രസക്തി. ഈ സ്വപ്ന പദ്ധതിയോട് സഹകരിക്കുന്ന എല്ലാ വിദ്യാലയങ്ങളും കളർ ഇന്ത്യയിലൂടെ ദീപിക ബാലസഖ്യത്തിൻ്റെ വിശ്വ മാനവിക ദർശനമായ നാം ഒരു കുടുംബം എന്ന സന്ദേശം വിദ്യാർത്ഥികളുടെ മനസ്സിൽ ശിഖാലിഖിതമാക്കുകയാണ്. ആയിരക്കണക്കിന് സ്കൂൾ മാനേജ്മെൻറ്റുകൾ അവരുടെ ക്ലാസ് മുറികളിലൂടെ ഇന്ന് ഇന്ത്യക്ക് വേണ്ടത് ഐക്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മുഖമാണ് എന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒരേ ഒരു ഇന്ത്യ, ഒരേ ഒരു ജനത. വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും ഭാരതമെന്ന ഒരൊറ്റ രാജ്യം, ഭാരതീയരെന്ന ഒരൊറ്റ ജനത എന്ന ചിന്തയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് നോക്കാം. 74 വർഷങ്ങളായി ദീപിക ബാലസഖ്യത്തിലൂടെ ഈ മുദ്രാവാക്യം ഏറ്റുപാടി വളർന്ന വിദ്യാർത്ഥി ലക്ഷങ്ങൾ ഇന്ന് ലോകം മുഴുവനും ഭാരതഭൂമിയുടെ അഭിമാനമായി വിരാജിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഐക്യം എന്നത് വിദ്യാർത്ഥികളുടെ ഐക്യമാണ് എന്ന് DCL വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ജാതി, മത, വർണ്ണ, വർഗ, ദേശീയ രാഷ്ട്രീയ ഭേദമില്ലാതെ ഭാരതത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഭാരതം എൻ്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരങ്ങളാണ് എന്ന് നെഞ്ചിൽ തൊട്ട് പ്രതിജ്ഞയെടുക്കുന്ന പ്രത്യാശയുടെ പുലരിയിലേക്കാണ്
140 വർഷമായി രാഷ്ട്രീയ നിർമ്മിതിയിൽ സ്തുത്യർഹമായ പങ്ക് വഹിക്കുന്ന ദീപിക ദിനപത്രവും ദീപിക ബാലസഖ്യവും വിദ്യാർത്ഥികളെ നയിക്കുന്നത് കളർ ഇന്ത്യയിലൂടെ തന്നെ. മത്സരം വേണ്ട, ഉത്സവം മതി. ഏറ്റവും പ്രിയപ്പെട്ട DCL കൂട്ടുകാരോട് കളർ ഇന്ത്യ കൂട്ടുകാരുടെ രാഷ്ട്രീയ സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ വിടരുന്ന അസുഫലമായ അവസരമാണ്. ഇന്ത്യ എന്ന വികാരത്തിൻ്റെ വിശുദ്ധമായ മൂല്യങ്ങളിലാണ് അടിത്തറ പാകിയിരിക്കുന്നത്. ലോകം ആദരിക്കുന്ന മഹിത മൂല്യങ്ങളുടെ മഹാസങ്കേതമായ ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു വർത്തമാനകാല ഭാരതം, അതാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിലാണ് കൂട്ടുകാർ നിറം കൊടുക്കുന്നത്. അതുകൊണ്ട് കളർ ഇന്ത്യ എന്നത് ഒരു മത്സരം മാത്രമായി കൂട്ടുകാർ കാണരുത്. കളർ ഇന്ത്യ ഉത്സവമാണ്. ഇന്ത്യയുടെ ഇന്നോളമുള്ള മഹാദർശനങ്ങളുടെയും ആർഷ പൈതൃകത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ശാസ്ത്രീയ സാങ്കേതിക വികാസ പരിണാമങ്ങളുടെയും വിജയ പതാകകൾ പാറി നിൽക്കുന്ന ഉത്സവം. എല്ലാ കൂട്ടുകാരെയും DCL കളർ ഇന്ത്യയുടെ വർത്തമാനകാല ഭാരതത്തിൽ വർണ്ണം ചാർത്താൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹപൂർവ്വം സ്വന്തം കൊച്ചേട്ടൻ.